ഹായ് ഓൾ. ഒരു പുസ്തകം പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. ശരിക്കും ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്തണമെന്ന് ചോദിച്ചാൽ വേണ്ടി വരില്ല. കാരണം ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന ഒരു വ്യക്തി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഒരുപാട് ആൾക്കാർ വായിച്ചിട്ടുണ്ടാവും ഈ ഒരു പുസ്തകം ഓൾറെഡി. കാരണം അത്രത്തോളം പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിൻ്റെ ഒരു പുസ്തകമാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. പുസ്തകം മറ്റാരുമല്ല, ജോസഫ് അന്നംകുട്ടി ജോസ്, ജോപ്പൻ എന്നറിയപ്പെടുന്ന ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ സ്നേഹം കാമം ഭ്രാന്ത് എന്നുള്ള ഈ ഒരു പുസ്തകത്തെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. യെസ്, സോ ദാറ്റ്സ് ടുഡേസ് വീഡിയോ, ദ റിവ്യൂ ഓഫ് സ്നേഹം കാമം ഭ്രാന്ത്. ഞാൻ ഈ ഒരു പുസ്തകത്തിൻ്റെ ഓഥർ ആയിട്ടുള്ള ജോസഫ് അന്നംകുട്ടി ജോസിനെ ജോപ്പൻ എന്നായിരിക്കും ഈ ഒരു വീഡിയോയിലുടനീളം പറയാൻ പോകുന്നത് കേട്ടോ. ജോപ്പൻ്റെ ഈ ഒരു പുസ്തകത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ റിവ്യൂ, ഞാൻ റിവ്യൂ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് പേഴ്സണലി ഈ ഒരു പുസ്തകം വായിച്ച സമയത്ത് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിനെ കീറി മുറിച്ച് പ്രൊഫഷണലി ഒന്നും ഞാൻ റിവ്യൂ ചെയ്യാനൊന്നും പറയാൻ പോകുന്നില്ല. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ പ്രൊഫഷണലി ചെയ്യാനൊന്നും. ഞാൻ ഈ ഒരു പുസ്തകം വായിച്ച സമയത്ത് ഒരു കോമൺ മാൻ എന്ന ലെവലിൽ, സാധാരണ വായനക്കാരൻ എന്ന ലെവലിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. സോ അതിന് മുമ്പ് ജോപ്പൻ ഈ ഒരു പുസ്തകത്തിന് ബാക്കിൽ എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വായിക്കാം. എല്ലാം വായിക്കുന്നില്ല, കുറച്ച് കാര്യങ്ങൾ വായിക്കാം. ഈ കഥകളിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന സ്നേഹവും കാമവും ഭ്രാന്തും നാം നമുക്കുള്ളിലോ നമ്മുടെ പ്രിയപ്പെട്ടവരിലോ കണ്ടിട്ടുണ്ടാകാം. ഇതിലെ ചില കഥാപാത്രങ്ങളെ നിങ്ങൾ നെഞ്ചോട് ചേർത്തേക്കും, ചിലരുമായി രതിയിൽ ഏർപ്പെട്ടേക്കും, ചിലർ നിങ്ങളുടെ ഭ്രാന്തിന് കൂട്ടായി മാറിയേക്കും, ഏതാനും ചിലരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചേക്കും. ശരിക്കും ഇത് ഈ ബാക്കിൽ എഴുതിയ പോലെ തന്നെയാണ് നമുക്ക് ശരിക്കും തോന്നുക. ഈ പേര് പോലെ തന്നെ സ്നേഹം കാമം ഭ്രാന്ത് എന്നുള്ള 3 വികാരങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്ന രീതിയിലുള്ള 15 കഥകളാണ് ഈ ഒരു പുസ്തകത്തിൽ ഇത് എഴുതിയിട്ടുള്ളത്. ഈ 15 കഥകളും വളരെ ബോൾഡായിട്ടാണ് ആക്ച്വലി ജോപ്പൻ ഈ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഈ ബോൾഡ് എന്നുള്ള ടേം ഞാൻ യൂസ് ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, നമുക്കറിയാം ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ആ ഒരു പേര് കേൾക്കുന്ന സമയത്ത് നമുക്കുള്ളിൽ എന്തൊക്കെ വരിക, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, നമുക്ക് കുറച്ച് നല്ല നല്ല കഥകളൊക്കെ പറഞ്ഞിരുന്ന, നമ്മളെ പീസ്ഫുൾ ആക്കുന്ന ഒരു വ്യക്തി. അങ്ങനത്തെ ഒരാളാണ് ജോപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പൊതുവെ വരുന്ന ഒരാൾ. അദ്ദേഹത്തിന് യൂട്യൂബ് വീഡിയോസ് എടുത്ത് നോക്കിയാലൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ കംപ്ലീറ്റ്ലി മാറിക്കൊണ്ട് വളരെ ബോൾഡായിട്ടുള്ള ഒരുപാട് സീനും ഒരുപാട് ക്യാരക്ടറും ഒരുപാട് കഥകളാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. ഏകദേശം 15 കഥകളാണ് ഇതിലുള്ളത്. ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇതിൻ്റെ എൻഡിലേക്ക് എത്തുന്ന സമയത്ത്, ഓരോ സ്റ്റോറീൻ്റെ എൻഡിലേക്ക് എത്തുമ്പോൾ നമുക്ക് തോന്നും, ഷോക്കിംഗ് ആവുന്ന രീതിയിലുള്ള പല ട്വിസ്റ്റുകളായിരിക്കും ലാസ്റ്റിലേക്ക് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇതിൽ രണ്ടാമത്തെ ഒരു കഥ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഈ മൂവി റിവ്യൂസ് പറയില്ലേ, സ്പോയിലർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ രണ്ടാമത്തെ കഥയിൽ ചെറിയൊരു ഇൻസിഡൻറ്റ്, ലാസ്റ്റ് ആ ഒരു സ്റ്റോറി ഫുള്ള് വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുക ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു ആണും പെണ്ണും തമ്മിലുള്ള ഒരു ഇതായിട്ട് നമുക്ക് തോന്നുള്ളൂ. അത് വായിക്കുന്നുടനീളം അത് തോന്നുള്ളൂ. ലാസ്റ്റ് ഒരു സെൻറ്റൻസ് ഉണ്ട്, മോളെ ടിക്കറ്റ് എടുത്തോ. അതായത് ഒരു കണ്ടക്ടർ അത് പറയുന്ന ആളോട് ചോദിക്കുന്നതാണ്, മോളെ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ആണും പെണ്ണും തമ്മിലുള്ളതല്ല, ഒരു പെണ്ണും തമ്മിലുള്ള ഒരു കഥ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് ആ ഒരു മോളെ ടിക്കറ്റ് എടുത്തോ എന്നുള്ള ആ ഒരു സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിപ്പോവും. കാരണം അതുവരെ വായിച്ചതിൽ നിന്ന് നമ്മളെ കംപ്ലീറ്റ്ലി മാറ്റി, ആ ഒരു സ്റ്റോറിൻ്റെ മൂഡ് തന്നെ കംപ്ലീറ്റ്ലി മാറ്റുന്ന രീതിയിലേക്കാണ് അതിൻ്റെ ട്വിസ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അതിലെ ഓരോ കഥകളും. ഈ ഒരു പേര് പോലെ തന്നെ ഞാൻ ഉള്ളിൽ പറഞ്ഞു, സ്നേഹം കാമം ഭ്രാന്ത് എന്നുള്ള ഈ ഒരു 3 പേര് പറയുന്ന പോലെ തന്നെ ഈ 3 വികാരങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്ന രീതിയിലാണ് ഓരോ കഥകളും. സ്നേഹം ആയിക്കോട്ടെ, കാമം, ഭ്രാന്ത്, ഈ 3 വികാരങ്ങളും ഇതിൽ ഇദ്ദേഹം ഇതാക്കിയിട്ടുണ്ട്, ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ബോൾഡ് എന്നുള്ളത് ഞാൻ വീണ്ടും എടുത്തു പറയാനുള്ള കാരണം പല കഥകളും, ഫോർ എക്സാമ്പിൾ ഇതിലൊരു അച്ഛൻ്റെ കഥ ഉണ്ട്, ഒരു പള്ളിയിലച്ഛൻ്റെ ഒരു കഥ ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററിൻ്റെ, അങ്ങനത്തെ ഒരു റൈറ്ററിനെ പറ്റിയിട്ട് പറയുന്നൊരു കഥ ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുള്ള ഒരു പുസ്തകമാണ് ഈ ഒരു ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ജോപ്പൻ്റെ സ്നേഹം കാമം ഭ്രാന്ത് എന്നുള്ളത്. ഒറ്റ സ്ട്രെച്ചിലൊന്നുമല്ല ഈ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു കഥ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കഥ ഞാൻ ആ ഒറ്റ സ്ട്രെച്ചിൽ തീർത്തിട്ടുണ്ടാവും. കാരണം നമുക്ക് ക്യൂരിയോസിറ്റിയാണ്, ലാസ്റ്റിലേക്ക് എന്തായിരിക്കും ജോപ്പ് അതിൽ ട്വിസ്റ്റ് കൊണ്ടുവരാൻ പോകുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് എന്തായിരിക്കും ഇത് വരാൻ പോകുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ആ സ്റ്റോറി അദ്ദേഹം കൊണ്ടുപോയിട്ടുള്ളത്, ഓരോ സ്റ്റോറിയും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബെസ്റ്റ് ബുക്സ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ള ഒരു പുസ്തകമാണ് ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ സ്നേഹം കാമം ഭ്രാന്ത് എന്ന് പറയുന്നത്. ഈ ഒരു പുസ്തകം എന്തായാലും എല്ലാവരും ഒന്ന് വാങ്ങി വായിക്കുക. 350 ഉറുപ്പികയുണ്ട്. അതൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുക, വായിച്ചു നോക്കുക. കാരണം ഏതൊരു വായിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾക്കും, എത്ര ബുക്കിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ പോലും ഇത് വായിച്ചിരുന്നു പോകും. കാരണം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അതായത് പുസ്തക വായന തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്കുള്ള ടിപ്സ് എന്നുള്ളൊരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മളെ ഹുക്ക് ചെയ്യുന്ന സ്റ്റോറീസൊക്കെ നമ്മൾ ആദ്യം എടുത്ത് വായിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ വായന തുടങ്ങുന്ന സമയത്ത് നമ്മളെ
ഇരുത്തുന്ന രീതിയിലുള്ള കഥകളൊക്കെ വായിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരുത്തുന്ന കുറച്ച് കഥകളാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. എന്തായാലും ഇത് വായിക്കുന്ന ഒരു 95% ആൾക്കാർക്കും ഈ ഒരു പുസ്തകത്തെ പറ്റി നല്ല അഭിപ്രായം പറയാനുണ്ടാവും. എല്ലാത്തിനും എന്തായാലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും, അത് വേറെ, അത് മാറ്റി വെക്കാം. ഓക്കെ, ഇതിലെന്തായാലും ഒരു 90-95% ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന, ബുക്കിനോടൊരു ഇഷ്ടം വരുന്ന രീതിയിലുള്ള കഥകളാണ്. നമുക്കൊക്കെ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നിങ്ങൾക്കൊക്കെ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്തായാലും ഈ ഒരു പുസ്തകം എന്താക്കുക, എല്ലാവരും ഒന്ന് വാങ്ങി വായിച്ചു നോക്കാം. നമ്മളിപ്പോൾ പുതിയ നെക്സ്റ്റ് റീഡിങ് സ്റ്റാർട്ട് ചെയ്ത ബുക്ക്, ഇത് കുറേ ഈ ബുക്ക് ഇറങ്ങിയിട്ട് ഞാൻ വാങ്ങിയിട്ടും കുറേ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റാത്തതാണ്. തിങ്ക് ലൈക്ക് എ മോങ്ക്, ജയ് ഷെട്ടീൻ്റെ ബുക്കാണ്. ഇതായിരിക്കും നമ്മൾ ഇപ്പം കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും വേറൊരു ബുക്കും കൂടി വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയ് മാസത്തിൽ വായിക്കുമ്പോൾ 5 പുസ്തകങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ബുക്ക് നമുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ അതിന് പകരം ഈ ഒരു പുസ്തകം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേറൊരു പുസ്തകം കൂടി, ഒരു നോവലും കൂടി ഇതിൻ്റെ കൂടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളവിടെ എൻഡ് ചെയ്യാണ്. ഈ ഒരു പുസ്തകത്തിന് ഡീപ്പായിരുന്നു ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞില്ല, ഒരു 15 സിമ്പിളായിട്ടുള്ള കുറച്ച് കഥകൾ, നമ്മളെ ഈ 3 വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്ന തരത്തിലുള്ളൊരു 15 കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഓക്കെ, സോ നമ്മളെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും താങ്ക് യു. ഒരു പുസ്തകം എല്ലാവരും വാങ്ങി വായിക്കുക. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് വാങ്ങാം, അല്ലെങ്കിൽ ആമസോണിലോ ഗൂഗിളിലോ നിങ്ങളുടെ ബുക്ക് സ്റ്റോറിലോ എവിടെ പോയിട്ട് നോക്കാം, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.